പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സർവശക്തനായ പിതാവേ, ഈ നിമിഷങ്ങളിൽ വചനം കേൾക്കാൻ അവിടുന്ന് ലോകത്തിൻ്റെ നാനാദേശങ്ങളിൽ നിന്നായി പരിശുദ്ധാത്മാവിനെ അയച്ച് ഉണർത്തിയ എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഓർത്ത് ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഓ ദൈവമേ, ഈ നിമിഷം ലോകത്തിലേക്ക് ആത്മാവിനെ വർഷിക്കണമേ. ലോകത്തിലേക്ക് തിരുവചനങ്ങളെ അയക്കണമേ. സകല കുടുംബങ്ങളെയും രക്ഷയുടെ ദൂത അറിയിക്കണമേ. വിടുതലിൻ്റെ ദൂതനെ അറിയിക്കണമേ. ദൈവിക ഇടപെടൽ നൽകണമേ. അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും വചനത്തെ സ്ഥിരീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, അങ്ങ് ഉന്നതത്തിൽ നിന്നും അങ്ങയുടെ വചനത്തെ ഈ ഭൂമിയിലേക്ക് അയക്കണമേ. കർത്താവേ, എല്ലാ ഹൃദയങ്ങളുടെ മേലും വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. എല്ലാ സ്ഥാപനങ്ങളുടെ മേലും വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. എല്ലാ സംവിധാനങ്ങളുടെ മേലും വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. വചനത്താൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവേ, ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവവചന വിപരീതമായ ശക്തികൾ കെട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
വചനത്തിന് വേണ്ടിയുള്ള തുറവി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ലോകത്തിൽ എവിടെയെങ്കിലും ദൈവവചനത്തിന് എതിരിടുന്ന ആത്മാവ് തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ ഉന്നത നാമം ആ എതിർ ശക്തികളെ അയക്കുന്നു. അവരുടെ എല്ലാ കൂട്ടായ്മ, അവരുടെ എല്ലാ ശക്തികളും ചെതറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ച്, ഇടിമിന്നൽ പോലെ വ്യാപരിച്ച്, എല്ലാ ജെറീക്കോ കോട്ടകളും എല്ലാ തിന്മയുടെ കോട്ടകളും ഇപ്പോൾ ഭിന്നമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് വേണ്ടി എല്ലാ കവാടങ്ങളും തുറക്കപ്പെടട്ടെ. വചനത്തിന് വേണ്ടി എല്ലാ കോട്ടകളും തുറക്കപ്പെടട്ടെ. വചനത്തിന് വേണ്ടി എല്ലാ ഹൃദയങ്ങളും തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തെ അയക്കുന്നു. കർത്താവിൻ്റെ ആത്മാവിനെ അയച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമം അയച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 17 തിരുലിഖിതം. എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ ദ്വേഷിക്കും, എങ്കിലും നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വലിയ ആത്മീയ യാഥാർത്ഥ്യത്തിൻ്റെ വാതിലുകൾ തുറക്കുന്ന വചനമാണിത്. ലൂക്കായുടെ സുവിശേഷം 21:17. എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ ദ്വേഷിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ബൈബിളിൽ ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. എവിടെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും എവിടെ ദൈവത്തിൻ്റെ കരങ്ങളുടെ പ്രവർത്തനമുണ്ടോ അവിടെ അതിനോട് അനുബന്ധിച്ച് വരുന്ന ഒരു പ്രതിഭാസമാണ് ലോകത്തിൻ്റെ വെറുപ്പ്. പ്രൈസ് ദ ലോർഡ്. കഠിനമായ വെറുപ്പിൻ്റെ കഠിനമായ ആക്രമണം ദൈവത്തിൻ്റെ പ്രവർത്തനമുള്ള ഭാഗത്ത് ലോകം അഴിച്ചുവിടുന്നതായി ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പൂർവ്വപിതാവായ യാക്കോബിൻ്റെ കുടുംബത്തിൽ ജോസഫിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ കുടുംബത്തിൽ മറ്റ് സഹോദരന്മാർ ജോസഫിനെ കഠിനമായി വെറുത്ത്. ജസ്സയുടെ കുടുംബത്തിൽ ദാവീദിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു നോട്ടമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു അഭിഷേകം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പ്രത്യേകമായ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. ജസ്സയുടെ കുടുംബത്തിൽ സഹോദരങ്ങളുടെ ഇടയിൽ ദാവീദ് പലപ്പോഴും നിന്ദിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിലും ദൈവം ദാവീദിനെ കൈപിടിച്ച് ഉയർത്തി. ദാവീദ് സാവൂളിൻ്റെ കൊട്ടാരത്തിലെത്തി. അവിടെ സാവൂൾ ദാവീദിനെ കഠിനമായി വെറുത്തു. സഹസ്രാധിപന്മാരോടും സേനാധിപന്മാരോടും ജോനാഥിനോടും എല്ലാവരോടും ദാവീദിനു വേണ്ടി സാവൂൾ ഒരു കൽപ്പന കൊടുത്തു: അവനെ കൊന്നുകളയുക. ദാവീദിനെ കൊല്ലാൻ തക്കവണ്ണമുള്ള ഒരു വെറുപ്പ് ദാവീദിൻ്റെ മേൽ സാവൂളിന് ഉണ്ടായി. ഹല്ലേലൂയ. ഇങ്ങനെ നോക്കിയാൽ ഏലിയ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഏലിയ ശക്തമായി സുവിശേഷ ശുശ്രൂഷ ആരംഭിച്ചു. ഏലിയ ശക്തമായി ദൈവരാജ്യത്തിൻ്റെ വേല ആരംഭിച്ചു. ആഹാബ് രാജാവിനും ജസബൽ, ആ കാലഘട്ടത്തിൽ ലോകം ആഹാബിനെയും ജസബലിനെയും ഏലിയായെ വെറുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം കാണുന്നൊരു യാഥാർത്ഥ്യം ഇതാണ്. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ, ദൈവം ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യുമ്പോൾ, ആ വ്യക്തിയെ വെറുക്കാനും നശിപ്പിക്കാനും ഇല്ലായ്മ ചെയ്യാൻ തക്കവണ്ണമുള്ള കഠിനമായ വെറുപ്പ് ലോകം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് അവൻ്റെ മേൽ നിക്ഷേപിക്കും. ലോകം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ അഭിഷേകത്തെ കഠിനമായി വെറുക്കാൻ തക്കവണ്ണം ഒരു വ്യക്തിയെ നിയോഗിക്കുന്നു. ഏലിയ ശക്തമായി കർത്താവിൻ്റെ അഭിഷേകത്തോടെ വ്യാപരിച്ച് വേല ചെയ്ത് ലോകം ആഹാബിനെയും ജസബലിനെയും തിരഞ്ഞെടുത്ത് ഏലിയായെ അവർ കഠിനമായി വെറുത്ത്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകളും ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനം എവിടെയുണ്ടോ അവിടെ നാം കാണുന്ന ഒരു പ്രത്യേകതയാണ് ലോകത്തിൻ്റെ കഠിനമായ വെറുപ്പ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലേക്ക് നമുക്ക് വരാം. പഴയ നിയമ സംഭവങ്ങളിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലേക്ക് വരാം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു, സകല മനുഷ്യർക്ക് ഉപകാരം മാത്രം ചെയ്തിട്ടുള്ള യേശു, എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നുപോയ യേശു, രോഗികളെ സുഖപ്പെടുത്തി കടന്നുപോയ യേശു, പീഡിതരെ ആശ്വസിപ്പിച്ച് കടന്നുപോയ യേശു, നന്മയുടെ മൂർത്തിഭാവമായ യേശു,
പിതാവിൻ്റെ ഏകജാതനായ യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് അഭിമുഖീകരിച്ച വലിയൊരു പ്രശ്നമായിരുന്നു കഠിനമായ വെറുപ്പ്, ലോകത്തിൻ്റെ കഠിനമായ വെറുപ്പ്. ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ യേശു തന്നെ യേശുവിൻ്റെ തിരുവധരങ്ങൾ കൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 37-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണെന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങൾ എന്നെ കൊല്ലുവാൻ ആലോചിക്കുന്നു. യേശുവിനെ കൊല്ലാൻ തക്കവണ്ണമുള്ള വെറുപ്പ് ഉള്ള ഒരു മേഖല, വെറുപ്പുള്ള ഒരു വിഭാഗത്തെ ലോകം ഉയർത്തിക്കഴിഞ്ഞിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തിയാകാനാണ് ഇങ്ങനെ സംഭവിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിലും യേശു അനുഭവിച്ചിരുന്ന കഠിനമായ ഒരു യാഥാർത്ഥ്യമായിരുന്നു മറ്റുള്ളവരിൽ നിന്നുള്ള, ചില വ്യക്തികളിൽ നിന്നുള്ള കഠിനമായ വെറുപ്പ്. കൊല്ലാൻ തക്കവണ്ണമുള്ള വെറുപ്പ് യേശുവിനോട് സൂക്ഷിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെ യേശു ആ വെറുപ്പെല്ലാം ഏറ്റെടുത്ത് യേശു ആ വെറുപ്പിൻ്റെ ഇരയായി തീർന്നു. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു വരദാനമായി ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ ശ്രേഷ്ഠമായൊരു വാഗ്ദത്തമാണ്: ലോകം എന്നെ വെറുത്തെങ്കിൽ നിങ്ങളെയും വെറുക്കും. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 17-ാം വാക്യം: എൻ്റെ നാമം നിമിത്തം സർവരാലും നിങ്ങൾ ദോഷിക്കപ്പെടും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പഴയ നിയമ കാലഘട്ടത്തിൽ ഏതാനും ചില വ്യക്തികൾ മാത്രമാണ് ഈ വെറുപ്പ് പ്രകാശിപ്പിച്ചിരുന്നത്. പുതിയ നിയമകാല യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ കുറേ പേര് വെറുപ്പ് വെളിപ്പെടുത്തി. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണ ശേഷം ഒരു കാലഘട്ടമുണ്ട്, സഭയുടെ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തമാണ്: എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ ദ്വേഷിക്കും, എല്ലാവരും നിങ്ങളെ വെറുക്കും. ഹല്ലേലൂയ. ഈ ലോകത്തോട് കൂടിക്കലരാതെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി യേശുക്രിസ്തുവിൻ്റെ വചനത്തെ മാനിച്ച് ജീവിക്കുന്ന ഒരു തുറവി നിങ്ങളുടെ ഹൃദയത്തിനുണ്ടെങ്കിൽ, ഈ ലോകത്തോടുള്ള കൂടിക്കുഴഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് വിട്ടുമാറി ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് വചനമനുസരിച്ച് സഭയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സഭയോട് ചേർന്ന് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി, ഉത്തമ ശിഷ്യനായി നിങ്ങൾ ഈ കാലഘട്ടത്തിൽ വേർതിരിയുമെങ്കിൽ ഈ വാഗ്ദത്തത്തിൻ്റെ അവകാശിയായി നിങ്ങൾക്ക് ഉയരാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം നിങ്ങളെ വെറുക്കണം. അത് യേശുക്രിസ്തുവിൻ്റെ ഒരു വാഗ്ദത്തമാണ്. യേശുക്രിസ്തുവിൻ്റെ മറ്റൊരു വാഗ്ദത്തമാണ്: ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. ഇതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ മാനുഷിക ബുദ്ധി കൊണ്ട് അത് തിരിച്ചറിയാൻ കഴിഞ്ഞുവെന്ന് വരികയില്ല. കാരണം കൂടാതെ അവർ എന്നെ വെറുത്തു എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചും സഭയെക്കുറിച്ചും ഇത് അന്വർത്ഥമാകും. ഈ കാലഘട്ടത്തിൽ ഒരുപാട് വെറുപ്പ് നേരിടാൻ സഭ തയ്യാറെടുക്കണം. ഈ ലോകത്തിൻ്റെതല്ലാതെ യേശുക്രിസ്തുവിൻ്റെ തുടർച്ചയായി ലോകത്തിൽ ദൈവത്തിൻ്റെ സ്വരമായി വ്യാപരിക്കാൻ കർത്താവ് സഭയെ നിയോഗിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ തുടർച്ചയാണ് സഭ. യേശുക്രിസ്തുവിൻ്റെ സ്വരമാണ് സഭയുടെ സന്താനങ്ങൾ ലോകത്തിൽ വെളിപ്പെടുത്തുന്നത്. യേശുക്രിസ്തുവിൻ്റെ ദൂതാണ് സഭയുടെ സന്താനങ്ങൾ ലോകത്തിൽ നൽകുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭ ഇന്ന് വെറുപ്പ് നേരിടുന്നുണ്ടെങ്കിൽ, സഭ ഇന്ന് പ്രതികൂലത നേരിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം യേശുക്രിസ്തു ലോകത്തിൽ നിന്ന് സഭയെ തനിക്കായി തെരഞ്ഞെടുത്തു എന്നൊരു യാഥാർത്ഥ്യം നാം വിസ്മരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെയാണ് സഭയുടെ സന്താനങ്ങൾ. ഒരുപക്ഷെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന 2 പേരുണ്ടെന്നിരിക്കട്ടെ, ബാക്കിയുള്ളവർ ആ പ്രാർത്ഥിക്കുന്നവരോട് ഒരു വെറുപ്പ് തോന്നുന്നു. ഒരു ഇടവകയിൽ പ്രാർത്ഥിക്കുന്നൊരു 10 പേരുണ്ടെന്നിരിക്കട്ടെ, പ്രാർത്ഥിക്കാത്ത മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുന്ന ഈ 10 പേരോട് ഒരു വെറുപ്പ് തോന്നുന്നു. കോൺഗ്രിഗേഷനിൽ പ്രാർത്ഥിക്കുന്ന കുറച്ച് പേരുണ്ടെന്നിരിക്കട്ടെ, എന്നാൽ പ്രാർത്ഥിക്കുന്ന ആ കുറച്ച് പേരോട് അറിയാതെ മറ്റുള്ളവർക്ക് ഒരു വെറുപ്പ് തോന്നുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഈ യാഥാർത്ഥ്യം, ഈ വചനം യാഥാർത്ഥ്യമാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് കാലഘട്ടത്തിൽ അനിവാര്യമായും സംഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്.
പത്രോസ് അപ്പോസ്തലൻ ഈ കാര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് യേശുക്രിസ്തുവിൻ്റെ അനുയായികൾക്ക് വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതം, അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാവുകയും വേണ്ട, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. വീണ്ടും 1 പത്രോസ് 3-ാം അധ്യായത്തിൽ 17-ാമത്തെ തിരുലിഖിതം, നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. നന്മ പ്രവർത്തിച്ചിട്ട് വെറുപ്പ് നേരിടുന്ന ഒരവസ്ഥയാണെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് വെറുപ്പ് ഏറ്റെടുക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് വിശ്വാസികളെ അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതത്തിലെമ്പാടും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ തൻ്റെ മക്കൾക്ക് തിരുസഭ നൽകുന്നുണ്ട്, വചനം നൽകുന്നുണ്ട്. എല്ലാത്തിലും സഭ തൻ്റെ മക്കളോട് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്: ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഉത്സാഹിക്കുക. യേശു തൻ്റെ അപ്പോസ്തലന്മാർക്ക് ചില നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 39 മുതലുള്ള വാക്യങ്ങൾ, കാരണം കൂടാതെ നിങ്ങൾ വെറുക്കുമ്പോൾ, പല വിധത്തിലും നിങ്ങൾക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ആരോപിക്കുമ്പോൾ, നിങ്ങളെ പല വിധത്തിലും ദുഷിക്കുമ്പോൾ, ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ ആരോപിക്കുമ്പോൾ, നിങ്ങളെ ഒരു കള്ളനെ പോലെയും ഒരു കൊള്ളക്കാരനെ പോലെയും ചിത്രീകരിക്കുമ്പോൾ, മറ്റേതൊരു തിന്മ ചെയ്യുന്ന വ്യക്തി എന്നതിനേക്കാൾ നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന വിധത്തിൽ ലോകത്തിൽ നിങ്ങൾ നിന്ദിക്കപ്പെടുമ്പോൾ എന്താണ് ഒരു ക്രിസ്തീയ പൈതൽ ചെയ്യേണ്ടതെന്ന് യേശു ക്രിസ്തു തൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ വ്യക്തമായും വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. നിന്റെ വലത് കരണത്ത് അടിക്കുന്നവന് മറ്റേ കരണം കൂടെ കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടെ കൊടുക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. തന്നെ എതിർത്ത പാപികളിൽ നിന്ന് അവൻ എത്രമാത്രം സഹിച്ചു എന്ന് ചിന്തിക്കുക. തന്നെ എതിർത്ത പാപികളിൽ നിന്ന് അവൻ എത്രമാത്രം സഹിച്ചു. ഒരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ, ഒരു ബൈബിൾ യാഥാർത്ഥ്യമാണ്. ദൈവകൃപയിൽ ജീവിക്കുന്നവരുടെ അരികിൽ ലോകത്തിൻ്റെ വെറുപ്പ് ഒഴുകിയെത്തും. ലോകത്തിൻ്റെ കഠിനമായ വെറുപ്പ് അവരുടെ നേരെ ഉണ്ടാകും. അതിനെ ഏറ്റെടുക്കാൻ, അതിനെ നേരിടാൻ മനസ്സിൽ ആത്മീയ അഭിഷേകത്തെ പ്രാപിക്കണം. ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ദാവീദ് മേൽ കൊല്ലാനുള്ള വെറുപ്പ് സാവൂളിനുണ്ടായപ്പോഴും ദാവീദ് ദൈവത്തിൻ്റെ കരം പിടിച്ച് അഭിഷേകത്തിലേക്ക് വളരാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും വലിയൊരു ദൗത്യമാണിത്. ലോകം കഠിനമായി വെറുക്കും. ഒരു വലിയ വെറുപ്പിൻ്റെ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ദൗത്യം ഇതാണ്, സഭയുടെ ദൗത്യം ഇതാണ്. ദൈവത്തോട് ചേർന്ന്, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് അഭിഷേകം പ്രാപിക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, കൂടുതൽ യേശുവിനോട് ചേർന്ന് നിൽക്കുക, കൂടുതൽ വചനത്തോട് ചേർന്ന് നിൽക്കുക. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കുടുംബങ്ങളിലുള്ള വെറുപ്പ്, ഇടവകയിലുള്ള വെറുപ്പ്, സഭാ സമൂഹങ്ങളിലുള്ള വെറുപ്പ്, ലോകത്തിലുള്ള വെറുപ്പ്, വെറുപ്പിൻ്റെ ഒരു വലിയ മേഖല തന്നെ കർത്താവെ ഞങ്ങൾ കാണുകയാണ്. എല്ലാ മേഖലകളെയും ആ മേഖലകളിൽ കടന്നു പോകുന്ന ദൈവമക്കളെ കാണുന്ന കർത്താവെ, അങ്ങയുടെ കാലഘട്ടത്തിൽ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ അക്ഷരമൃതി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ കടന്നു പോകുന്ന ദൈവമക്കൾക്ക് ബലം നൽകണമേ. തളർന്നവർ ഇപ്പോൾ ശക്തി പ്രാപിക്കട്ടെ കർത്താവെ, ദുർബലർ ഇപ്പോൾ ബലം പ്രാപിക്കട്ടെ കർത്താവെ. എല്ലാ ക്രിസ്തീയ മക്കളും ഈ വെറുപ്പേറ്റെടുക്കാനുള്ള ബലം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ തെരഞ്ഞെടുപ്പുള്ള മുഴുവൻ മക്കളും ഇപ്പോൾ ഈ ലോകത്തിൻ്റെ വെറുപ്പിനെ ഏറ്റെടുക്കാനുള്ള അഭിഷേകം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തി പോലും തളർന്നു പോകാതെ, ഒരു വ്യക്തി പോലും പിന്മാറ്റത്തിലേക്ക് പോകാതെ, അടിക്കടി അഭിഷേകം പ്രാപിക്കുന്ന ഇടമായി കഠിന വെറുപ്പ് നേരിടുന്ന ഇടങ്ങൾ മാറാൻ തക്കവണ്ണം ദൈവാത്മാവ് എല്ലാവരും ഉണർത്തട്ടെ കർത്താവെ. കുഞ്ഞുങ്ങളെ ഉണർത്തട്ടെ, യുവതിയുവക്കന്മാരെ ഉണർത്തട്ടെ, കുടുംബനാഥന്മാരെ ഉണർത്തട്ടെ, കുടുംബനാഥകളെ ഉണർത്തട്ടെ, സഭാ മക്കളെ ഉണർത്തട്ടെ, എല്ലാവരെയും ഉണർത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ നിമിഷങ്ങൾ അഭിഷേകത്തിന് നിമിഷങ്ങളാക്കണമേ. അഭിഷേകത്തിന് നിമിഷങ്ങളാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord.
യാക്കോബ് സ്ലീഹയുടെ ലേഖനം 5 അധ്യായം 6 വാക്യം. നീതിമാൻ നിങ്ങളെ എതിർത്ത് നിന്നില്ല, എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു. കർത്താവേ, യുഗാരംഭം മുതൽ ഈ ഒരു യാഥാർത്ഥ്യം ഞങ്ങൾ കാണുന്നു. ആബേൽ ദൈവസന്നിധിയിൽ സ്വീകാര്യമായി ബലിയർപ്പിച്ചു. കായേൻ അവനെ കഠിനമായി വെറുത്ത് അവനെ കൊന്നു. അന്ന് തൊട്ട് ഇങ്ങോട്ട് ഇന്ന് വരെ കർത്താവെ ഈ ഒരു പ്രതിഭാസം ലോകത്തിൽ കാണുന്നു. നീതിമാൻ എതിർത്ത് നിന്നില്ല, എങ്കിലും നിങ്ങൾ അവനെ വെറുക്കുകയും കൊല്ലുകയും ചെയ്തു. അനേകം പ്രവാചകന്മാർ ഇത് അനുഭവിച്ചു, അനേക ദൈവദാസന്മാർ ഇത് അനുഭവിച്ചു, അപ്പോസ്തലന്മാർ ഇത് അനുഭവിച്ചു. അവിടുന്ന് സഭയ്ക്കായി ഇത് വാഗ്ദാനം. ഈ കാലഘട്ടത്തിൽ കർത്താവ് ഈ വചനത്തിൻ്റെ പൗരുഷം ഞങ്ങളുടെ മേൽ നിറയട്ടെ, ഈ വചനത്തിൻ്റെ ബലം ഞങ്ങളുടെ മേൽ നിറയട്ടെ. ഈ സമയത്ത് ആരെങ്കിലും ദുർബലരായിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മേൽ അത്ഭുതാഭിഷേകം പടരട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് മങ്ങിപ്പോയവർ ഇപ്പോൾ പുതുശക്തി പ്രാപിക്കട്ടെ. ദൈവിക കാര്യങ്ങളോട് അകൽച്ച തോന്നിയിരുന്നവർക്ക് ഇപ്പോൾ ഒരു രക്തസാക്ഷ്യത്തിനുള്ളതൊക്കെ ഒരു ഉണർവ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് യേശു ക്രിസ്തു എനിക്ക് ചേരണം, എൻ്റെ കർത്താവിൻ്റെ വചനങ്ങളോട് എനിക്ക് ചേരണം. ഈ കാലഘട്ടത്തിൽ എനിക്ക് വിശുദ്ധമായി ജീവിക്കണം. ഈ കാലഘട്ടത്തിൽ എനിക്ക് യേശു ക്രിസ്തുവിനോട് ചേർന്ന് പരിശുദ്ധമായി ജീവിച്ച് യേശുവിൻ്റെ വചനപ്രകാരം എനിക്ക് ഈ ലോകത്തിൽ വ്യത്യാസപ്പെട്ട ജീവിതം വേണം. ഓ കർത്താവെ, അതിന് അഭിഷേകം കൊടുക്കണമേ. ഈ വചനം, ഈ പ്രാർത്ഥന, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വിശുദ്ധി വരദാനമായി നൽകണമേ കർത്താവെ. അങ്ങയോട് ചേർന്ന് നടക്കാൻ, അങ്ങയോട് ചേർന്ന് ചിന്തിക്കാൻ, സഭയോട് ചേർന്ന് ജീവിക്കാൻ, കൂദാശകളോട് അണയാൻ, വിശുദ്ധ ജീവിതം നയിക്കാൻ ഒരു വലിയ ആഗ്രഹം, ഒരു വലിയ ദാഹം ലോകത്തിൽ കത്തി പടരട്ടെ കർത്താവെ. പിന്മാറ്റത്തിലേക്ക് പോയവർ ഇപ്പോൾ മുൻനിരയിലേക്ക് ഉയർത്തപ്പെടട്ടെ കർത്താവെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ഉണരട്ടെ, സഭ ഉണരട്ടെ, ദേശം ഉണരട്ടെ, കുടുംബങ്ങൾ ഉണരട്ടെ. എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൻ്റെ വചനത്തിൻ്റെ അത്ഭുത അഗ്നിയാൽ ഇപ്പോൾ ദഹിച്ചു പോകട്ടെ. അത്ഭുത അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിൻ്റെ അഗ്നി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ജോളി ജോൺ. എൻ്റെ വീട് കോഴിക്കോട് ജില്ലയിൽ കൂരാച്ചുണ്ട് ഇടവകയിലാണ്. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഭർത്താവിന് കർത്താവ് അത്ഭുതകരമായ ഒരു രോഗസൗഖ്യം തന്നത് സാക്ഷ്യപ്പെടുത്താനാണ്. ഞാൻ ഒക്ടോബർ മാസത്തിൽ സെഗ്യോൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഭർത്താവിൻ്റെ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവായിരുന്ന രോഗം കർത്താവ് എടുത്തു മാറ്റി. അതുപോലെ തന്നെ ആ രോഗത്തിന് ഒരാഴ്ചയിൽ 13,000 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു. അതുപോലത്തെ 24 ഇഞ്ചക്ഷൻ എടുക്കണമെന്നാണ് എന്നോട് പറഞ്ഞത്. അതെടുത്താൽ തന്നെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ രാമചന്ദ്രൻ ഡോക്ടർ പറഞ്ഞത്. പക്ഷെ ഞാൻ ഒരാഴ്ച 13,000 രൂപയുടെ ഒരു ഇഞ്ചക്ഷന് 13,000 രൂപ വില. അതുകൂട്ട് 24 എണ്ണം എടുക്കണമെന്നാണ് പറഞ്ഞ്. 24 എണ്ണത്തിനോട് ഏതാണ്ട് 2.5 ലക്ഷം രൂപയോടും ചിലവാകും. അങ്ങനത്തെ ഒരു രോഗത്തോടു കൂടിയാണ് ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് പീഡ അനുഭവിച്ചിരുന്നത്. നിങ്ങൾക്ക് ആ ബി എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായ എന്താന്ന്, അത് ഗൗരവമുള്ള രോഗം എന്ന് വിചാരിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. എന്തായാലും അവർ യേശുവേ എന്ന് വിളിച്ച് ഉറക്കെ യേശുവിനെ വിളിക്കാനും ആരാധിക്കാനും തുടങ്ങി. അത് കഴിഞ്ഞ് 5 ദിവസം ധ്യാനം കൂടി തിരിച്ചു വന്നപ്പോൾ രോഗം കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മേരിക്കുട്ടി. ഞാൻ അരയങ്കാവിൽ നിന്ന് വരുന്നു. അരയങ്കാവ് എറണാകുളം എറണാകുളം ജില്ലയിൽ തന്നെയുള്ള. ഞാൻ വീട്ടു ജോലിക്ക് പോകുമായിരുന്നു. അവിടുത്തെ അമ്മച്ചി, ഞാൻ ആദ്യമായിട്ട് പോയിട്ട് ഒരാഴ്ച ആയുള്ളൂ. അവിടെ ചെന്നപ്പം അമ്മച്ചി എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ കൺവെൻഷന് പോവാണ്, എൻ്റെ കൂടെ പോരാൻ പറഞ്ഞു. അവരുടെ കാറത്ത് എന്നെ 2 ദിവസം ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ബുധനാഴ്ച വളരെയധികം സങ്കടത്തോടു കൂടി കരഞ്ഞു, പ്രാർത്ഥിച്ചു. എൻ്റെ വീട്ടിലെ എല്ലാ ആവശ്യങ്ങളും പറഞ്ഞു, കഷ്ടതയും പ്രയാസങ്ങളും എൻ്റെ മോനെ കുറിച്ചും എല്ലാം ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ 4 മണിയായപ്പോഴത്തേനും അച്ഛൻ വിളിച്ച് പറഞ്ഞു, വീട്ടിലിരിക്കുന്ന ഒരു കുട്ടിക്ക് വിക്ക് മാറിയിട്ടുണ്ട്, ജന്മനാ ഉള്ളൊരു വിക്കാണ്, അത് മാറി. ഈ കുട്ടിക്ക് ജന്മനാ വിക്കുള്ള കുട്ടിയായിരുന്നു, സംസാര തടസ്സമുണ്ടായിരുന്ന കുട്ടിയായിരുന്നു. ഈ കുട്ടിയുടെ വിക്ക്
ഈ ധ്യാനത്തിൽ ഈ 3 ദിവസം മുമ്പ് ഇവിടെ ആരാധന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ സംസാര തടസ്സമുള്ളൊരു കുട്ടിയുടെ സംസാര തടസ്സം കർത്താവ് എടുത്തു മാറ്റുന്നതായി സന്ദേശം കിട്ടി. അത് ഈ വീട്ടിലിരുന്ന ഈ കുട്ടി, അമ്മ ഇവിടെ പ്രാർത്ഥിച്ചു, കുട്ടി വീട്ടിലിരിക്കുകയായിരുന്നു. വീട്ടിലിരുന്ന കുട്ടിക്ക് അപ്പം തന്നെ സൗഖ്യമുണ്ടായി. അമ്മ ധ്യാനം കഴിഞ്ഞ് ചെല്ലുമ്പോൾ കുട്ടി മിടുക്കനായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ കുട്ടിയുടെ പേര് ചോദിക്കുകയാണ്. നിന്റെ പേരെന്താ? ഉമേഷ്. നിനക്ക് എത്ര വയസ്സായി? 14 വയസ്സ്. 14 വയസ്സ്. പ്രൈസ് ദി ലോർഡ്. എല്ലാം സ്ഫുടമായി പറയാൻ കർത്താവ് അനുഗ്രഹിച്ച്. സന്തോഷമാണോ? അതെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് സ്വയം മാത്രപ്പെടുത്താം. ഇടതടവില്ലാതെ സംസാരിക്കാൻ തക്കവണ്ണം നാവിൻ്റെ കെട്ടുകളെ അഴിച്ച് കർത്താവ് അനുഗ്രഹിച്ച്. ജന്മനാ വിക്കനായൊരു കുട്ടിയാണ്. 14 വയസ്സ് വരെ വിക്കുണ്ടായിരുന്നു. മിനിങ്ങാന്നത് ഇവിടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിലിരുന്ന കുട്ടിക്ക് സൗഖ്യമുണ്ടായി. പ്രൈസ് ദി ലോർഡ്.